ഗുണ്ടാ നേതാവിനൊപ്പം IAS ഭാര്യ ഒളിച്ചോടി. 7-8 മാസം കഴിഞ്ഞപ്പം പിന്നെ അവർ ആത്മഹത്യ ചെയ്തു. സംഭവം ഗുജറാത്തിലാണ്. അവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് റെഗുലേറ്ററി കമ്മീഷൻ സെക്രട്ടറി രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആൾ IAS അദ്ദേഹത്തിൻ്റെ ഭാര്യ സൂര്യ തമിഴ്നാട്ടുകാരിയാണ്. അവർ 2 മക്കളുണ്ട്. സൂര്യയ്ക്ക് 40-45 വയസ്സുണ്ട്. മക്കൾക്കൊക്കെ 10-20 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ക്വാർട്ടേഴ്സിൽ താമസമാണ്. ഭർത്താവും മക്കളും ആയിട്ട് സന്തോഷത്തോടെ കഴിയുന്നു എന്നാണ് ആൾക്കാർ കരുതിയത്. ഇവരുടെ മനസ്സിൽ ചില മോഹങ്ങളുണ്ടായി. ഭർത്താവിൻ്റെ ഒപ്പം സ്റ്റാറ്റസ് വേണം, അത് എന്തെങ്കിലും ഒരു വരുമാന മാർഗം വേണം, ഒരു തൊഴിൽ കണ്ടെത്തണം, ആവശ്യത്തിന് ധാരാളം പൈസയും കയ്യിലുണ്ട്. ഇതൊക്കെ മോഹങ്ങളായിട്ട് കൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുജറാത്തിൽ വെച്ച് രാജ എന്ന ഒരാളെ പരിചയപ്പെടുന്നത്. തമിഴ്നാട്ടുകാരനാണ്. ഇവരും തമിഴ്നാട്ടുകാരിയാണ്. രാജയെ പരിചയപ്പെട്ടപ്പോൾ അവനോട് വലിയ താല്പര്യം തോന്നി. അവനെ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. അത് കേട്ടപ്പോൾ ഇവർ അവൻ്റെ കൂടെ ചേർന്നു. 2 പേരും അവിടെ നിന്ന് കടന്നു. ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ച് കോട്ടയസിൽ നിന്ന് രാജയുടെ ഒപ്പം പോയി മധുരയ്ക്ക് പോയി. അവിടെ പോയി ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കാനായിട്ട് ഇവരുടെ പൈസയുണ്ട്. ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് വലിയ നഷ്ടത്തിൽ പോയി. അത് പതുക്കെ 10 നിലയിൽ പൊട്ടി എന്നാണ് മനസ്സിലാകുന്നത്. രാജയെ വിശ്വസിച്ച് ഇവർ ബിസിനസ് തുടങ്ങിയാണ്. അവൻ്റെ വാക്കുകൾ കേട്ട് അവനെ തമിഴ്നാട്ടുകാരനാണ്, വിദ്യാഭ്യാസമുള്ളവനാണ് എന്നൊക്കെ മാത്രമാണ് കരുതിയിരുന്നത്. അപ്പോൾ അവനോടൊപ്പം ഭർത്താവിനെ ഉപേക്ഷിച്ച് 6-7 മാസമായി മധുരയിൽ പല ബിസിനസ്സും നടത്തി പൊളിഞ്ഞു. ആ സമയത്ത് പിന്നെ അവർക്ക് പണമില്ല. തൻ്റെ സുഹൃത്ത് രാജയുടെ പണമില്ല. അവരുടെ തമിഴ്നാട്ടിലുള്ള വസ്തു, അവിടെ കുറേ അധികം വസ്തുവുണ്ട്, അതൊക്കെ കുറച്ച് വിറ്റു. കൂടുതൽ വസ്തുക്കൾ വിറ്റ് ലക്ഷ്മി എന്ന സ്ത്രീക്ക് അവർക്ക് പണം കൊടുക്കാറായപ്പം അവരതിന് സ്വല്പം വിസമ്മതിച്ചു. പണം കൊടുക്കുന്നതിന് എന്താ ചെറിയ ബുദ്ധിമുട്ട് അവർക്ക് തോന്നി. പ്രശ്നമാവുമോ? അവർ ചിലപ്പോൾ രാജയെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ടാവും. രാജ പറ്റി അവനെ ഒരു കൊലക്കേസ് പ്രതിയായിരുന്നു. ജാമ്യത്തിലിറങ്ങി. അതിനുശേഷം ആ കേസ് ട്രയൽ നടത്തിയവനെ ശിക്ഷിച്ചു, ജയിലിൽ പോയി. ഇപ്പം പരോളിലാണ്. പരോളിറങ്ങി നേരെ മുങ്ങി ഗുജറാത്തിൽ പോയി വലിയ മാന്യനായിട്ട് നിന്നു. IAS ഭാര്യയൊക്കെ ആയിട്ട് അടുപ്പമായി. അവർക്ക് ചില മോഹങ്ങളൊക്കെ കൊടുത്തു. ഇവന് ഗുണ്ട അല്ലേ, ഗുണ്ട ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട് ഇവൻ്റെ പേരിൽ. ഇതൊന്നും ഇവർ പാവം സ്ത്രീ അറിയില്ല. ഒരു അപരിചിതനെ പരിചയപ്പെടുമ്പോൾ അവൻ ആര് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവരതൊന്നും ആലോചിച്ചില്ല. അവൻ്റെ വാക്കിൽ വിശ്വസിച്ച് വീണു. അവരിങ്ങനെ വിങ്ങിപ്പൊട്ടിയ വീട്ടിലിരിക്കുകയായിരുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ള ആളെ പരിചയപ്പെടുന്നത്. അങ്ങനെ അവനുമായിട്ട് ബിസിനസ് ചെയ്ത് തകരാറായി. ഇതിൻ്റെ ഇടയ്ക്ക് അവർ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു അപേക്ഷ ബാംഗ്ലൂർ കൊടുത്ത് അവിടെ പഠിക്കാനൊരു ശ്രമം ഉണ്ടായി. അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിയ വല്ല ഹോട്ടലിലെങ്കിലും നിൽക്കാം. ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി IAS ഭാര്യ പദവി പോയി, കുട്ടികളും നഷ്ടപ്പെട്ടു. ഇപ്പം ഇവിടെ വന്നു. ലക്ഷ്മി പണം കൊടുക്കാതായപ്പം ഇവരുടെ സുഹൃത്ത് രാജയുടെ ഉപദേശപ്രകാരം ലക്ഷ്മിയുടെ മകനെ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പണത്തിന് വില പേശി. അത് ഗുണ്ടകളുടെ ഒരു സ്വഭാവമാണ്. ആ ഗുണ്ടയുടെ അഡ്വൈസായിരുന്നു അത്. അന്നേരമാണ് ഇവർക്ക് ഇടുത്തി പോലെ ഒരു കാര്യം കൂടെ വന്നത്. പോലീസ് അന്വേഷിച്ചെത്തി. ഇവൻ പരോളിൽ ഇറങ്ങിയിട്ട് മുങ്ങിയതാണെന്ന് അപ്പോഴാണ് അവർ മനസ്സിലാകുന്നത്. ഇവനെ അറസ്റ്റ് ചെയ്തു പോലീസ്. ഇവർ പരോളിലിറങ്ങിയ പ്രതിയെ സംരക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞ് അതിനൊരു കേസെടുത്തു. അതിലിവർ 2ാം പ്രതിയായി. ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, ലക്ഷ്മിയുടെ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി വില പേശിയതിന് അതിനൊരു കേസെടുത്തു. ഗുണ്ടയും ഇവളും പ്രതിയായി. അപ്പോൾ 2 ക്രിമിനൽ കേസായി. പിടിച്ചു നിൽക്കാൻ പറ്റില്ല. തനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാം കൂടെ പോയി. IAS ഭാര്യ എന്ന പദവി, ഒരു കുടുംബിനി എന്ന പദവി നഷ്ടപ്പെട്ടു. മക്കൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ 2 കേസിൽ പ്രതിയായി. പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്നു.
ജീവിതമാകെ തകരാറിലായി. തൻ്റെ ആയ ഒരു തീരുമാനം, തെറ്റായ ഒരു തീരുമാനം, 45 വയസ്സിൽ തോന്നിയ ഒരു തീരുമാനം അവർ നടപ്പാക്കാൻ ശ്രമിച്ചു. അപരിചിതനുമായിട്ടുള്ള കൂട്ടുകെട്ട്, അവനെ വിശ്വസിച്ചു, അവൻ്റെ പുറകെ പോയി. അവൻ ഗുണ്ടയാണെന്നറിഞ്ഞില്ല, കൊലക്കേസ് പ്രതിയാണെന്നറിഞ്ഞില്ല. ഓരോരോ സംഭവങ്ങൾ വന്നപ്പോഴാണ് ഇതെല്ലാം മനസ്സിലാകുന്നത്. പിടിവിട്ടു പോയി ജീവിതം. അവർ മടങ്ങി ഗുജറാത്തിൽ പോയി. എങ്ങനെയെങ്കിലും തിരിച്ച് ഭർത്താവിനൊപ്പം കയറാൻ ശ്രമിച്ചു. ആൾ താമസിക്കുന്ന കോട്ടേഴ്സിൽ കയറാൻ ഒരു അറ്റംപ്റ്റ് നടത്തി. അത് വിജയിച്ചില്ല. അയാളുമായിട്ട് ഒരു രമ്യതയിൽ പോകാൻ നോക്കി, നടന്നില്ല. അയാളും മക്കളും എതിരായി അമ്മയോട്. പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നു. അവർ ഇലക്ട്രിസിറ്റി ബോർഡിൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ സെക്രട്ടറി ആയ രഞ്ജിത്ത് കുമാറിൻ്റെ എന്ന IAS വീടിൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ പരിസരത്തുള്ള പൂന്തോട്ടത്തിൽ അവിടെ വിഷമടിച്ച് മരിച്ചു കിടക്കണം. ഒരു അപക്വമായ തീരുമാനം. ഒരു IAS ഭാര്യ, കുടുംബിനിയായി ജീവിക്കുന്ന പലർക്കും ഇതുപോലുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടി ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന കാഴ്ച നമ്മൾ പല സ്ഥലത്തും കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ചിലപ്പം പല സ്ത്രീകൾക്കും അബദ്ധത്തിൽ ചാടുന്നതും ആത്മഹത്യയ്ക്ക് പോകുന്നതും, അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്ത് വെട്ടിക്കൊല്ലുന്നതും, അല്ലെങ്കിൽ ലിവിങ് ടുഗദറായിട്ട് നടന്നത് 6-7 മാസം ഇവർ ലിവിങ് ടുഗദറായിട്ട് നടന്നു കഴിഞ്ഞല്ലോ. ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിൽ ചാടാതെ പക്വമായ തീരുമാനമെടുക്കാൻ സ്ത്രീകൾ ശ്രമിക്കണം. ഇപ്പം തന്നെ IAS ഭാര്യയാണ്, അവരുടെ ഒപ്പം കഴിഞ്ഞു. അയാളുടെ അറിവ്, അല്ലെങ്കിൽ അയാളുടെ കുടുംബ പശ്ചാത്തലം, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാം വിട്ടിട്ട് അവരെയൊക്കെ തഴഞ്ഞിട്ട് അവരോടുള്ള വെറുപ്പ് കൊണ്ട്, അവരോടുള്ള ചില കാര്യത്തിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ കൊണ്ട് എടുത്തു ചാടി താൻ കണ്ട് പരിചയപ്പെട്ട ഒരാളുമായിട്ട് പോകും. അയാൾ ആരാണ് എന്നിവർ കണ്ടെത്തിയില്ല. അവൻ്റെ ജീവിത രീതി എന്ത്, അവൻ്റെ പശ്ചാത്തലം എന്ത്, അവൻ എങ്ങനെയുള്ള ഒരാളാണ് എന്നൊന്നും അവർക്ക് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. എടുത്തു ചാടിപ്പോയി ആപത്തിൽ ചെന്ന് ചാടി അവർ ആത്മഹത്യ ചെയ്ത സംഭവം ഇപ്പം ഗുജറാത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.